ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെപ്പോഴും ആത്മഭാവത്തിൽ തന്നെ വർത്തിക്കുകയാണെങ്കിൽ പരമമായ സന്തോഷവും സംതൃപ്തിയും നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമായിത്തീരും. അതിനാൽ മനസ്സിനെ നാം എല്ലാ സമയത്തും ആത്മഭാവത്തിൽ തന്നെ വർത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അതിനാൽ മാനസാമെപ്പോഴും ആത്മാവിൽ ചേരുകിൽ മാനവജന്മം സഫലമാവും. മാനാപമാനങ്ങളെല്ലാം അകന്നാലേ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാനാപമാനങ്ങളെല്ലാരും ഒന്നാലോ എല്ലാം അകന്നാലോ, മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാ മനുഷ്യരും ഒരേപോലെ ആകണമെങ്കിൽ നമ്മുടെ മാനം, അപമാനം, അഭിമാനം, അഹങ്കാരം ഇവയെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകണം. ഇവയെല്ലാം അകന്നാൽ മാത്രമേ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആത്മഭാവം വളരണം. അതുകൊണ്ടാണ് എല്ലാ സമയത്തും നാം നിരന്തരം ആത്മവിചാരത്തോടു കൂടി വർത്തിക്കണം എന്ന് പറയുന്നത്. മനസ്സാമെപ്പോഴും ആത്മാവിൽ ചേരുകിൽ. എല്ലാ സമയത്തും നമ്മുടെ മനസ്സ് ആത്മാവിൽ ചേരുകയാണെങ്കിൽ, മാനസാമെപ്പോഴും ആത്മാവിൽ ചേരുകിൽ മാനവജന്മം സഫലമായി. നമ്മുടെ ജന്മം എപ്പോഴാണ് സഫലമാകുന്നത്? നമ്മുടെ മനസ്സെപ്പോഴും ആത്മാവിൽ ചേരുകയാണെങ്കിൽ. എന്നാൽ നമുക്ക് നിത്യമായിരിക്കുന്ന, എപ്പോഴും നമ്മോടൊപ്പമുള്ള ആത്മാവിനെ മറന്നുകൊണ്ട് നാം ലോകഭോഗങ്ങളുടെ പുറകെ ഓടി അവസാനം കാനൽ ജലം കിട്ടാതെ മണലാരണ്യത്തിൽ നശിച്ചു പോകുന്ന മാനിനെപ്പോലെയാണ് നാം ഓരോരുത്തരും. ഇതിൻ്റെ പിന്നാലെ പോയാൽ വാസ്തവത്തിൽ ഒന്നും ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ പാടെ ദുഃഖാത്മകമായി തീരും. അതുകൊണ്ട് മനസ്സാമെപ്പോഴും ആത്മനി ചേരുകിൽ. എല്ലാ സമയത്തും ആത്മാവിൽ ചേരുകയാണെങ്കിൽ മാനവജന്മം സഫലമാവും. മനുഷ്യജന്മം സഫലമാവണമെങ്കിൽ മനസ്സെപ്പോഴും ആത്മാവിൽ തന്നെ ചേരണം. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ, മാനം, അപമാനം ഇതൊക്കെ അകന്നാൽ, മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ, പണക്കാരനെന്നോ പണിക്കാരനെന്നോ, ഉന്നത കുലജാതനെന്നോ അധകൃതനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാത്തിലും സമൂഹം സർവഭൂതേഷു തിഷ്ഠന്തി പരമേശ്വര. ഭഗവാൻ എല്ലാവരിലും സമമായിട്ടാണ് ഇരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്യാൻ ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സ് ആ തലത്തിലേക്ക് ഉയരുന്നതാണ്. മാനസാമെപ്പോഴും ആത്മാവിൽ ചേർക്കുകിൽ മാനവജന്മം സഫലമാകും. മാനാപമാനങ്ങളെല്ലാം അകന്നാലോ മനുഷ്യരെല്ലാരും ഒന്നുപോലെ.